ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്ക് എങ്ങനെ പിടിക്കണം എന്നതിനെ കുറിച്ചാണ്. പല ആൾക്കാരുടെയും പേടി മൈക്കാണല്ലോ. ആ പേടി നമ്മൾ മാറ്റാൻ പോവുകയാണ്. മൈക്ക് പിടിക്കുമ്പോൾ പല ആൾക്കാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറില്ല. അവരുടെ ഇഷ്ടപ്രകാരം അപ്പോൾ ഉചിതമെന്ന് തോന്നുന്ന രീതിയിലാണ് മൈക്ക് പിടിക്കുന്നത്. പക്ഷെ മൈക്ക് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല ഘടകങ്ങളുണ്ട്. ആദ്യമായിട്ട് മൈക്ക് എങ്ങനെ പിടിക്കരുത് എന്ന് നമുക്ക് പഠിക്കാം. നമ്പർ 1, ചില ആൾക്കാർ മൈക്കിനെ ഇവിടെ കയറി പിടിക്കും, ഈ പൊസിഷനിലെ പിടിക്കുക. അങ്ങനെ പിടിക്കാൻ പാടില്ല. ചില ആളുകളാണെങ്കിലോ താഴെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അങ്ങനെയും പാടില്ല, ഇങ്ങനെ പാടില്ല. അതുപോലെ ഇങ്ങനെയും പിടിക്കാൻ പാടില്ല. ചില ആൾക്കാർ ഇങ്ങനെ പിടിക്കും, കൈകൾ ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ മൈക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് കയ്യിൽ നിന്നും വഴുതി മാറി പോകാനും താഴെ വീണ് പോകാനും സാധ്യതയുണ്ട്, പാടില്ല. പിന്നെ ചില ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഇങ്ങനെ കീഴ്പോട്ടേക്ക് പോകും. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള മൈക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ മൈക്ക് പിടിക്കണം? മൈക്ക് ഇവിടെ വലത് കൈ കൊണ്ടോ ഇടത് കൈ കൊണ്ടോ ഇങ്ങനെ പിടിക്കുക. അമിതമായിട്ട് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല, ലൂസ് ആയിട്ട് പിടിക്കുക. പക്ഷേ ഗ്രിപ്പ് നിങ്ങളുടെ സുദൃഢമായിരിക്കണം. കയ്യിൽ നിന്നും വീണ് പോകാതെ കൃത്യമായിട്ട് പിടിക്കുക. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐഡിയൽ പറയുകയാണെങ്കിൽ മൈക്ക് ഒരു 3 വിരൽ, ഏകദേശം 3 വിരൽ അകലം, ഒരു 3 അല്ലെങ്കിൽ 4 വിരൽ അകലത്തിൽ മൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ എല്ലാം വളരെ വ്യക്തമായിട്ട് അപ്പുറത്തെ ആൾക്കാർക്ക് കേൾക്കാൻ സാധിക്കും. രണ്ടാമത്തെ രീതി, മൈക്ക് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുന്നത് അധികവും ഗായകരാണ്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വീഡിയോ ഷൂട്ടൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ടോ, നിങ്ങളുടെ മുഖം, ചുണ്ട് ഒന്നും വിസിബിൾ ആകില്ല. അതുകൊണ്ട് ഇത് അത്ര അഡ്വൈസബിൾ അല്ല. പക്ഷെ മൈക്കിന് പവർ കുറഞ്ഞ മൈക്കാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഓഡിയൻസിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മൈക്കിനെ ഉയർത്തി ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ മൈക്കിന്റെ ആ റൗണ്ടിലുള്ള അറ്റത്തിലുള്ള എല്ലാ സുഷിരത്തിലൂടെയും കൃത്യമായിട്ട് നിങ്ങളുടെ ശബ്ദ വിന്യാസങ്ങൾ കാണികൾക്ക്, പ്രേക്ഷകർക്ക് എത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് അല്പം കൂടി വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കൈ വിറയ്ക്കുന്നു അല്ലെങ്കിൽ ടെൻഷനൊക്കെ തോന്നുകയാണെങ്കിൽ എളുപ്പ വഴിയുണ്ട്. മൈക്കിന് താടിയോട് ചേർത്ത് വെച്ചേക്കാം. താടിയോട് ചേർത്ത് മുട്ടിച്ച് വെച്ചേക്കാം. നത്തിങ് റോങ്. ഈ സൈഡിലോ നടുക്കോ ഈ സൈഡിലോ ചേർത്ത് വെക്കാം. പലർക്കും ഇത് മനസ്സിലാവുകയില്ല. പല പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പീക്കേഴ്സും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ടെൻഷൻ വരികയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് മൈക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് നിങ്ങൾ മൈക്ക് എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് എന്നും നിങ്ങളുടെ താടിയിൽ മുട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നും അവർക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ ഇതൊരു നല്ല ഒരു ടെക്നിക്കാണ്. തുടക്കക്കാർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് 3 വിരൽ അകലത്തിൽ ഏകദേശം ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി ആളുകൾക്ക് കേൾക്കാം. നിങ്ങളുടെ മുഖം വ്യക്തമായി കാണാം. വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മുഖം കൃത്യമായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സ്റ്റാൻഡിംഗ് മൈക്കാണെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന മൈക്കാണെങ്കിലും നിങ്ങൾ ആ 3 വിരൽ അകലമുണ്ട് എന്ന് ഏകദേശം ഇങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് സംസാരിക്കുക. കാണികൾക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഇനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അറിയാതെ ഈ കൈ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ മൈക്ക് ദൂരെ പോയി ശബ്ദം വ്യക്തമാവുകയില്ല. പിന്നെ ഈ കൈ മാറ്റുമ്പോഴും മൈക്ക് ഇങ്ങോട്ട് മാറും. മൈക്ക് കയ്യിലുണ്ടെന്ന് അദ്ദേഹം ഓർക്കൂല. ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴും നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ മൈക്കാണ് ചൂണ്ടുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട്, മൈക്കിനെ സ്നേഹിച്ചുകൊണ്ട്, മൈക്കിനെ പ്രണയിച്ചുകൊണ്ട് നമ്മുടെ സംസാരം ആരംഭിക്കാം. പിന്നെ മറ്റൊരു പൊതുവായ മിസ്റ്റേക്ക്, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ചെന്നത് 2 കൊട്ടാണ്, ടപ്പ് ടപ്പ്. ചില ആൾക്കാർ മൈക്കിന്റെ സൈഡിലടിക്കും, ടക്ക് ടക്ക് അടിക്കും. ചില ആൾക്കാർ ഹലോ ഹലോ എന്ന് പറയും. എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. സാധാരണഗതിയിൽ മൈക്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് മുമ്പേ ധാരാളം ആളുകൾ സംസാരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ മൈക്കിന്റെ ക്വാളിറ്റി എന്താണെന്നും അത് ടെസ്റ്റഡ് ആണെന്നും നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ശബ്ദമില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻ യു ഹിയർ മീ, കേൾക്കാമോ? അതാണ് ഏറ്റവും നല്ലത്. മൈക്കിൽ മുട്ടരുത്, തട്ടരുത്, അതിനെ കൊല്ലരുത്. അതിനെ പ്രണയിക്കുക, മൈക്കിനെ സ്നേഹിക്കുക. മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ വളരെ സ്നേഹത്തോടു കൂടി മൈക്കിനെ കയ്യിൽ എടുത്ത് ആത്മാവിനോട് ചേർത്ത് പിടിക്കണം. എനിക്കറിയാം നമ്മുടെ പലരുടെയും വീട്ടിൽ മൈക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പറ്റുമെങ്കിൽ ഒരു മൈക്ക് മേടിച്ച് വെക്കുക. ഇല്ലെങ്കിൽ തൽക്കാലം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പെണ്ണ് മാത്രം മതിയാക്കും. ഈ പെണ്ണിനെ മൈക്കായി സങ്കല്പിക്കുക, സ്നേഹപൂർവ്വം അതിനെ പിടിക്കുക, ഞാൻ പഠിപ്പിച്ച പോലെ പിടിക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റ് ആണോ? ഡിസ്റ്റൻസ് കറക്റ്റ് ആണോ? ഇടത് കൈയോ വലത് കൈയോ? ഡിസ്റ്റൻസ് 3 വിരൽ ദൂരമാണോ? നോക്കൂ. താഴെ വെച്ച് പിടിച്ചു നോക്കൂ. താടിയിൽ മുട്ടിച്ച് വെച്ച് സംസാരിച്ച് നോക്കൂ. അപ്പോൾ ഈ 3 രീതിയിലും നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രസംഗം ഒന്ന് സെറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കുക.